ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷെഫ് ക്രിയേഷൻസിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ റോസ് പ്ലാന്റ്സിനെ വെയിലത്തോട്ട് മാറ്റിയ കാര്യം. ഇതൊക്കെ ഞാൻ വാങ്ങിച്ചിട്ട് ആദ്യം വെച്ചത് നമ്മളെ ബാൽക്കണിയിലാണ്. അപ്പോൾ അധികം വെയിൽ രാവിലെ തൊട്ട് ഉച്ചവരെ വെയിൽ വരാത്തതിൻ്റെ പേരിൽ ഇത് പൂക്കാതെ നിന്നതാണ്. ഇപ്പോൾ താഴെ കൊണ്ട് വെച്ചതിന് ശേഷം നന്നായിട്ട് കിളിർപ്പം വന്നിട്ടുണ്ട്, അതുപോലെ ഒരുപാട് മൊട്ട് വന്നിട്ടുണ്ട്. ഇതിന് മുകളിൽ നിന്ന് സമയത്ത് തന്നെ ഒരുപാട് വളമൊക്കെ ചെയ്തിട്ട് വെച്ചിരുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പം താഴെ കൊണ്ട് വെച്ചതിന് ശേഷം അധികം ഒന്നും വളം ചെയ്തിട്ടില്ല. വെയിലാണ് ഇതിന് മെയിൻ പ്രയോറിറ്റി ആയത്. അപ്പം അതിൽ ആ വെയിൽ കൊണ്ട് എല്ലാം നന്നായിട്ട് കിളിർക്കുകയും ചെയ്ത് മൊട്ടിലൊന്നും കുരുടിപ്പില്ല. സാധാരണ മുട്ടൊക്കെ ഈ വെയിലില്ലാതെയൊക്കെ വരികയാണെങ്കിൽ കുരുടിച്ചാണ് വരണത്. പക്ഷെ ഇതിലൊരു കുരുടിപ്പും ഇല്ലാതെ നല്ല രീതിയിൽ മുട്ടൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ നന്നായിട്ട് വിരിഞ്ഞു. ചെറിയ മുട്ട, ചെറിയ പൂവല്ല, വലിയ പൂവ് തന്നെയാണ്. പ്രത്യേകിച്ച് പൂവിടാനോ പൂവിന് വലിപ്പം വെക്കാനായിട്ടൊന്നും ഞാൻ ഒന്നും ചെയ്തു കൊടുത്തില്ല. പക്ഷെ നന്നായിട്ട് ഇത് വിരിഞ്ഞ്. പിന്നെ ഒരു കേസ് എന്ന് പറയുമ്പോൾ നല്ല അധികം മണമില്ല. നാടൻ റോസാണ്, പക്ഷേ മണമില്ല. എനിക്കറിയില്ല, ഇത് നാടൻ റോസ് എന്ന് പറഞ്ഞാണ് നഴ്സറിയിൽ നിന്ന് അവർ ഇത് തന്നത്. മണം ഇല്ലെങ്കിലും പക്ഷേ ഈ റോസ് പ്ലാന്റ്സ് ഒക്കെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണുന്നത് തന്നെ ഒരു സന്തോഷമാണല്ലേ. അതുപോലെ തന്നെ പ്രത്യേക ഭംഗിയാണ്. പിന്നെ ഇതൊന്നും കട്ട് ചെയ്ത് പെട്ടെന്ന് മാറ്റാൻ നമുക്ക് തോന്നില്ല. ഇത് അങ്ങനെ തന്നെ ആ ചെടിയിൽ നിൽക്കുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി. പിന്നെ ഞാൻ പൂക്കളൊന്നും ഒരുപാട് കരിഞ്ഞു പോകത്തക്ക രീതിയിൽ ഞാൻ നിർത്തിയില്ല. അതിനെ ഞാൻ വെട്ടി മാറ്റി. കാരണം അടുത്ത കിളിർപ്പും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് ഈ നിൽക്കുന്ന പൂവൊന്ന് കരിഞ്ഞു പോകും വരെ ഈ പ്ലാന്റ്സ് അതിന് എനർജി കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പൂവൊക്കെ ഒന്ന് കട്ട് ചെയ്തു. പിന്നെ 2 മുട്ട ഉണ്ടായിരുന്നു, അത് ഞാൻ കട്ട് ചെയ്തില്ല. അത് വിരിഞ്ഞതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാമെന്ന് കരുതി. ആദ്യമൊക്കെ ഞാൻ ഇതിന് കൊടുത്തുകൊണ്ടിരുന്നത് ലിക്വിഡ് ടൈപ്പിലുള്ള ഫെർട്ടിലൈസേഴ്സ് ആണ്. ഇപ്പോൾ മഴയൊക്കെ ആയതിനു ശേഷം ഇപ്പോൾ ലിക്വിഡായിട്ട് കൊടുത്താൽ അതിനധികം നിൽക്കില്ല, അത് ഒലിച്ചങ്ങ് പൊയ്ക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ നമ്മുടെ ഈ സവാളത്തൊലി അല്ലെങ്കിൽ ഈ ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റ് അല്ലെങ്കിൽ വെജിറ്റബിൾ വേസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് എല്ലാ പ്ലാന്റ്സിലും കുറച്ച് വീതം ഡയറക്റ്റ് അങ്ങ് ഇട്ട് കൊടുത്തു. പിന്നെ ഒരുപാട് ഇടാൻ പാടില്ല, കുറച്ച് ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ബാക്കി കമ്പോസ്റ്റിലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് ഇട്ട് കൊടുക്കാം. അല്ലാതെ വേറെ ഒന്നും ഞാൻ ഇപ്പോൾ തൽക്കാലം ചെയ്തിട്ടില്ല. അപ്പോൾ മഴ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള ഡയറക്റ്റായിട്ട് കുറച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഈ പൂവൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഈ റോസയ നന്നായിട്ട് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ കിടന്നതുകൊണ്ട് ഞാൻ മതിലിൻ്റെ പുറത്താണ് വെക്കുന്നത്. അപ്പം അത് ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് കെട്ടി വെച്ച് കൊടുത്തു. എന്നിട്ട് ആ ഒരു മൊട്ടും നിർത്തിയിട്ടുണ്ട്. ഇത് വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ ഉള്ള പോട്ടിൽ തന്നെ അങ്ങനെ നിൽക്കുവാണ്. ഞാൻ റീപ്പോർട്ടൊന്നും ചെയ്തിട്ടില്ല. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഒന്ന് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ കട്ട് ചെയ്ത പൂക്കൾ നമ്മുടെ ഡൈനിങ് ടേബിളിൽ ഒരു പ്ലാന്റ് ഇരിക്കുന്നതിൻ്റെ കൂട്ടത്ത് കൊണ്ടുവന്ന് വെച്ച് കൊടുത്തു. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് പുറത്ത് വെച്ചിരുന്നുവെങ്കിൽ അപ്പം തന്നെ അത് എല്ലാം കൊഴിഞ്ഞു പോയേനെ. ഇതിപ്പം ആ വെള്ളത്തിൽ മുങ്ങി കിടക്കുന്നത് കൊണ്ട് 2 ദിവസം ഇത് നല്ല ഭംഗിയായിട്ടിത് നിന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.